ലക്ഷങ്ങൾ ചെലവിട്ട് ഒരാഴ്ച മുൻപ് ടാർ ചെയ്ത റോഡ് കുത്തിപ്പൊളിച്ച് PWD വകുപ്പിന്റെ തലതിരിഞ്ഞ വികസനം. കോഴിക്കോട് മാവൂർ റോഡിലാണ് ടാർ ചെയ്ത റോഡ് കുഴിച്ച് ഡ്രെയിനേജ് വികസിപ്പിക്കുന്നത്. ഡ്രെയിനേജ് പ്രവൃത്തിയുടെ കാര്യം നേരത്തെ അറിയാമെന്നിരിക്കെയാണ് PWD റോഡ് ടാർ ചെയ്ത് പണം പാഴാക്കിയത്. ഈ റോഡ് ടാർ ചെയ്ത് ഒരൊറ്റ ആഴ്ച ആയിട്ടുള്ളൂ. എല്ലാ വർക്കും കഴിഞ്ഞ് ലൈനൊക്കെ സൈഡിൽ ലൈനൊക്കെ ഇട്ടതിന് ശേഷം ഇപ്പോൾ എന്താ പെട്ടെന്ന് ഇങ്ങനെ കയറുന്നത്? ഇത് ഈ ടാർ ചെയ്യുന്നതിന് മുമ്പ് അറിയില്ല ഇത് കയറാനുള്ളത്. എത്ര ലക്ഷങ്ങളാണ് ഇപ്പോൾ ഗവൺമെൻറ് വേണ്ടി ചിലവഴിക്കുന്നത്. എല്ലാ വർക്കും കഴിഞ്ഞിട്ടാണ് ഇത് നാരായണത്ത് ഭ്രാന്തനെക്കാട്ടും കഷ്ടമാണ് കഥ. അപ്പോൾ ഈ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് പിറ്റേന്ന് ടാർ ഇതെല്ലാം സ്ഥലത്ത് തന്നെ ആദ്യം മെഡിക്കൽ കോളേജിൽ ഇങ്ങോട്ടുള്ള റോഡ് ഇതേമാതിരി എല്ലാം ഫിനിഷിങ് ചെയ്തിട്ട് പിറ്റേന്ന് ആഴ്ച പൊളിച്ച് ഈ ലൈനിടാൻ തന്നെ ലക്ഷക്കണക്കിന് ഉറുപ്പിക 1 കിലോമീറ്ററിന് ചിലവ്. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് പോണത്? ഇതെന്താ ഇതിൻ്റെ അർത്ഥം? ഒരാഴ്ച മുമ്പ് ഇവിടെ ചെയ്ത വർക്ക് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നെങ്കിൽ സർക്കാരിൻ്റെ നല്ലൊരു ഫണ്ടിൽ അവസ്ഥ സൂക്ഷിക്കാൻ കഴിയുമായിരുന്നു. PWD തന്നെയാണ് ആദ്യം കോൺട്രാക്ട് കൊടുത്ത് പാസ്സാക്കി. അവർ തന്നെയാണ് ഇപ്പോൾ രണ്ടാമത് കുത്തിപ്പൊളിക്കുന്നത്. അപ്പോൾ അതിന് സർക്കാരിൻ്റെ കാര്യങ്ങളെന്തോ പ്രശ്നം ജനങ്ങളെന്തോ പ്രശ്നം കണ്ടിട്ട് അടുത്തിലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാറുണ്ട്. ഡ്രെയിനേജ് പദ്ധതിക്ക് വേണ്ടി റോഡ് പൊളിക്കുമെന്ന് അറിഞ്ഞിട്ടും PWD വകുപ്പ് ലക്ഷങ്ങൾ ചെലവഴിച്ച് ഒരാഴ്ച മുമ്പ് മാവൂർ റോഡ് ടാർ ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? വെള്ളാനകളുടെ നാട്ടിൽ സർക്കാർ ഫണ്ട് എങ്ങനെയും ഉപയോഗിക്കാമെന്നതിൻ്റെ മറ്റൊരു ദുരന്ത ചിത്രം. മാവൂർ റോഡിൽ നിന്നും ക്യാമറമാൻ സോനുവള്ളി മടുവിനൊപ്പം KM ഷഹീദ്, റിപ്പോർട്ടർ, കോഴിക്കോട്.